കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ. നടൻ ദിലീപ് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാണെന്ന് ലാൽ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ചാൻസ്. കാരണം അവൾക്കും ഇവനും തമ്മിൽ ഒരു പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അവര് കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും സുനി ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ പരിചയമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ അതിന്റെ അർത്ഥമില്ല. ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു കൂടി ചേരുന്നുണ്ട്. മനു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരയായ നടിക്ക് എതിരെ ചില പരാമർശങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംവിധായകനും നടനുമായ ലാലിന്റെ പ്രതികരണങ്ങൾ കൂടി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ശബ്ദ സംരക്ഷണത്തിൽ നമ്മൾ കണ്ടതുപോലെ ലാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആക്രമണത്തിന് ഇരയായ നടിയും പൾസർ സുനിയും തമ്മിൽ എന്തെങ്കിലും പരിചയമോ ബന്ധമോ ഉണ്ടോ എന്ന് ദിലീപിനോട് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ തന്റെ വാക്കുകൾ ദിലീപ് തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പൾസർ സുനി ആക്രമിക്കപ്പെട്ട അപമാനത്തിനിരയായ നടിയുമായി അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതായത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഈ പൾസർ സുനി ഓടിച്ചിരുന്ന വാഹനം ആ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഗോവയിലടക്കം ഉണ്ടായിരുന്നു. അന്ന് ഒരു പക്ഷേ ഈ വാഹനത്തിൽ അവർ സഞ്ചരിച്ചിട്ടുണ്ടാകാം, അങ്ങനെ കണ്ടിട്ടുണ്ടാകാം എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ പരിചയമോ സുഹൃത്ത് ബന്ധമോ മുൻ പരിചയമോ ഉള്ളതായ രീതിയിൽ താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയുമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നുമാണ് ലാൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു പക്ഷേ ദിലീപ് തന്റെ ഈ പരാമർശം തെറ്റിദ്ധരിക്കപ്പെട്ടതായേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനു, ഏതായാലും ലാലിന്റെ ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം തിരികെ എത്താം. നടനും സംവിധായകനുമായ ലാലിന്റെ പ്രതികരണത്തിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോയതിനു ശേഷം പീപ്പിൾ ടിവിക്ക് നൽകിയ പ്രതികരണത്തിലാണ് ലാൽ ഇക്കാര്യം പറഞ്ഞത്. നടിയുമായി പൾസർ സുനിക്ക് അടുപ്പമുണ്ടെന്ന തരത്തിൽ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ലാൽ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഒന്നുമില്ല, ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് ചാൻസ്. കാരണം അവൾക്കും ഇവനും തമ്മിൽ ഒരു പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അവർ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും സുനി ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ പരിചയമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ അതിന്റെ അർത്ഥമില്ല. മനു, തുടരൂ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേട്ടു തന്നെയാണ് സോമി, അതിന്റെ ലാൽ നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ. അതായത് ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, ആക്രമിക്കപ്പെട്ട നടിയും പൾസർ സുനിയും തമ്മിൽ സുഹൃത്തുക്കളാണ് എന്ന് താൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട ആവശ്യവും തനിക്കില്ല. ഒരുപക്ഷെ ദിലീപ് അത് തെറ്റിദ്ധരിച്ചതാകാം. ഇവർ ലൊക്കേഷനിൽ, ഈ നടി അഭിനയിച്ചിരുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി ഉണ്ടായിരുന്നു, ഒരു വാഹനം ഓടിക്കാനായിട്ട് ഗോവയിലടക്കം ഉണ്ടായിരുന്നു. അന്ന് ഒരുപക്ഷെ ഇവർ ആ വാഹനത്തിൽ സഞ്ചരിക്കുകയും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുകയും ചെയ്തേക്കാം. അതൊരു സ്വാഭാവികമായ കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് യാതൊരുവിധ പരിചയങ്ങളോ മുൻപരിചയമോ സുഹൃത്ത് ബന്ധമോ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. ഒരു സാധാരണ ടെക്നീഷ്യൻ അപ്പുറത്തേക്ക് ഉള്ള യാതൊരു സ്വാതന്ത്ര്യങ്ങളും ഇല്ലായിരുന്നു താനും. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമാണ് താൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് ഒരു പക്ഷേ ദിലീപ് തന്റെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് എടുത്തതായിരിക്കാം എന്നാണ് ലാൽ ഇപ്പോൾ നമ്മളോട് അല്പസമയം മുമ്പ് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ലാൽ ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു മാധ്യമത്തിലെ ചർച്ചകൾക്കിടെ ദിലീപ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഈ നടിയും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഇക്കാര്യം സംവിധായകൻ ലാൽ പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അന്ന് ദിലീപിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പരാമർശം. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ആ പരാമർശം താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരുപാടുണ്ടായി. ദിലീപിന് നേരെ ആരോപണങ്ങൾ വരുന്നു. ഒപ്പം തന്നെ ഈ ടെലിഫോൺ മൊഴി, കത്ത് പൾസർ സുനിയുടെ ഒക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നതിനിടെയാണ് ഒരു അഭിമുഖത്തിൽ ഈ കാര്യങ്ങൾ
അതായത് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത് ഈ നടിക്ക് ആക്രമണത്തിന് ഇരയായ നടിക്ക് പൾസർ സുനിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അത് തന്നോട് പറഞ്ഞത് സംവിധായകനും നടനുമൊക്കെയായ ലാലാണ്. കാരണം ലാലിന്റെ വീട്ടിലേക്കാണ് നടി ആദ്യമായി എത്തിയതെന്ന കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം. അപ്പോൾ അതിനുശേഷം സംസാരിച്ചപ്പോൾ ലാലാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞെന്ന രീതിയിലായിരുന്നു ദിലീപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. എന്നാൽ ഇപ്പോൾ ആ പ്രതികരണത്തിൽ കഴമ്പിൽ ഒരുപക്ഷെ ഈ അതായത് ലൊക്കേഷനിൽ നടി ഉണ്ടായിരുന്ന ലൊക്കേഷനിൽ ഒരു ദിവസം ഗോവയിലടക്കം പൾസർ സുനി ഉണ്ടായിരുന്നു. അന്ന് ചിലപ്പോൾ ആ വണ്ടിയിൽ നടി കയറിയിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അവർ കണ്ടിട്ടുണ്ടാകാം എന്നാണ് താൻ പറഞ്ഞത്. അത് ഒരുപക്ഷെ ദിലീപ് തെറ്റിദ്ധരിച്ചായിരിക്കാം താൻ പറഞ്ഞത്. അവരുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ദിലീപ് പറയാൻ കാരണമുണ്ടായത് താൻ പറഞ്ഞ വാക്കുകൾ തെറ്റായ രീതിയിൽ എടുത്തുകൊണ്ടാണ് എന്നാണ് ലാൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരുവിധ അവർ തമ്മിലൊരു പരിചയം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ നടിയും പൾസർ സുനിയും മുഖ്യപ്രതിയായ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയേണ്ട ഒരു ആവശ്യകതയും ഇതിനകത്തില്ല എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചത്. സോമി, മനു, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നടൻ ദിലീപിന് ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പല ദിവസങ്ങളിലായിട്ട് പുറത്തു വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത് എന്ന തരത്തിൽ ലാൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ദിലീപ് ഒരു മാധ്യമത്തിന് ഇത്തരത്തിലൊരു പ്രതികരണം നൽകിയത്. ഒരു പക്ഷേ നടിക്കെതിരെ പല നടന്മാരുടെ ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ചില പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായെന്ന് കരുതാനാകുമോ? പ്രത്യേകിച്ച് സംവിധായകന്റെ ലാലിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ. സോമി, അങ്ങനെ കരുതാനാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ലാൽ തന്നെ അതിനകത്ത് ഇപ്പോൾ സോമി പറഞ്ഞതുപോലെ തന്നെ നിരവധി ആരോപണങ്ങൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപിന് നേരെ വരുന്നു, അപ്പം തന്നെ ഈ മൊഴിയടക്കം ടെലിഫോൺ സംഭാഷണം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നതിനിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതായിരിക്കാം ലാൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയും ഈ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ട്, ആ ഒരു സൗഹൃദത്തിലായിരുന്നു എന്ന് ലാൽ തന്നോട് പറഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം ഒരുപക്ഷെ ഒരു പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞിരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ലാൽ പറയുന്നത് താൻ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ തെറ്റായ രീതിയിൽ എടുത്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അർത്ഥത്തിൽ ദിലീപ് സംസാരിച്ചത് എന്ന്. കാരണം അതിൽ കൃത്യമായിട്ട് ലാൽ പറയുന്നുണ്ട്, ഒരു സിനിമാ ലൊക്കേഷനിൽ അവർ ഉണ്ടായിരുന്നു, അന്ന് വാഹനം ഓടിച്ചിരുന്നത് പൾസർ സുനി ആയിരുന്നു. ഒരുപക്ഷെ ആ കാറിൽ കയറിയിട്ടുണ്ടാകാം. അപ്പോൾ ഒരു പരിചയം, അതായത് ഏത് മനുഷ്യനാണെങ്കിലും കാറിൽ കയറുമ്പോൾ ഒരുപക്ഷെ തന്റെ ഡ്രൈവറോട് സംസാരിക്കുകയോ മിണ്ടുകയോ ഒക്കെ ചെയ്യാമല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് യാതൊരു ബന്ധവും ഉണ്ടാകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലാൽ പറഞ്ഞത്. അതായത് ആ പരാമർശത്തെ വാഹനത്തിൽ കയറി എന്ന് പറഞ്ഞ ഒരുമിച്ച് പോയി എന്ന് പറയുന്ന ആ പരാമർശത്തെ തെറ്റായ രീതിയിൽ എടുത്തുകൊണ്ട് ദിലീപ് വ്യാഖ്യാനിച്ച ഒരു പ്രതിരോധം തീർത്തതായിരിക്കാം എന്ന സംശയമാണ് ലാൽ നമ്മളോട് പങ്കുവച്ചതും അല്പസമയം നമ്മളോട് സംസാരിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഈ വാർത്തകൾ വരുമ്പോഴൊക്കെ കൂടുതൽ ആളുകളും ആ രീതിയിൽ തന്നെയാണ് ഈ ഇത്രയധികം ആരോപണങ്ങൾ വരുമ്പോൾ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ലാൽ പറഞ്ഞിരുന്നു എന്ന് ദിലീപ് ആ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയില്ല. സോമി, ശരി മനു, ഏതായാലും സംവിധായകൻ ലാലിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം തിരികെ എത്തും. ഒന്നുമില്ല, ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാകാനാണ് ചാൻസ്. അപ്പം അവൾക്കും ഇവനും തമ്മിൽ ഒരു പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അവർ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും നീ ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ കണ്ടിട്ടുണ്ടാവും, പരിചയം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ആ പരിചയമാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ അതിനകത്ത്. നടിയും പൾസർ സുനിയും തമ്മിൽ പരിചയമുണ്ടെന്ന് താൻ പറഞ്ഞിട്ട് ഇല്ല എന്നാണ് നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതിനുള്ള പ്രതികരണമായിട്ടാണ് ഇപ്പോൾ പീപ്പിൾ ടിവിയോട് ലാൽ പ്രതികരിച്ചത്. ലാലിന്റെ വാക്കുകളാണ് കേട്ടത്. അതേസമയം കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിക്ക് എതിരെയുള്ള പരാമർശങ്ങൾക്കെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രംഗത്തെത്തി കഴിഞ്ഞു. ഇത്തരം പരാമർശങ്ങളിൽ നിന്നും ചലച്ചിത്ര പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും വിമൻ ഇൻ സിനിമ കളക്ടീവ് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ചേരുന്നുണ്ട്. സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
സ്വാമി, സിനിമാ പ്രവർത്തകരായ വനിതാ പ്രവർത്തകർ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ റീമ കല്ലിങ്കൽ, സജിത മഠത്തിൽ, വിധു വിൻസെന്റ് അടക്കമുള്ള സിനിമാ പ്രവർത്തന രംഗത്തെ വനിതകൾ ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന. ഈ സംഘടനയാണ് കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടിക്ക് പിന്തുണയുമായി ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സന്ദർഭത്തിൽ അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണ്. 2013 വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷം ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അവരെ തരം താഴ്ത്തി സംസാരിക്കുന്നതോ അവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ റദ്ദാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതോ ലഘുവായതോ അവഗണിക്കാവുന്നതോ ആയ പ്രവൃത്തി അല്ല എന്നാണ് ഇവർ ഇതിനകത്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ വാദിയായ വ്യക്തിയെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിയെ സംശയമുനയിൽ നിർത്തുന്നത് മാപ്പർഹിക്കുന്ന പ്രവൃത്തിയുമല്ല. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അപലപിക്കുന്നു. ഒപ്പം ഇത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന മനുഷ്യാവകാശ ലംഘനവുമാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം പരാമർശങ്ങളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും സിനിമാ പ്രവർത്തകർ വിട്ടുനിൽക്കണം എന്ന ആവശ്യവും ആയിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. തീർച്ചയായും അതിക്രമത്തിന് ഇരയായ നടിക്കെതിരെ പരാമർശങ്ങൾ ഇന്നലെ തന്നെ ചില നടന്മാർ പരസ്യമായി തന്നെ നടത്തിയിരുന്നു. അത് പിന്നീട് പിൻവലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു. പല ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും ഇത്തരത്തിൽ പരാമർശങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനിതാ സംഘടന ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടിക്ക് എതിരെയുള്ള പരാമർശങ്ങൾക്കെതിരെ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രംഗത്തെത്തി. ഇത്തരം പരാമർശങ്ങളിൽ നിന്നും ചലച്ചിത്ര പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകിയത്.